നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. അധികാരത്തിലേറിയാൽ ഋഷി സുനകിന്റെ റുവാണ്ട പദ്ധതി റദ്ദാക്കുമെന്ന കീർ സ്റ്റാർമറിന്റെ പ്രസ്താവന പുലിവാലായേക്കുമെന്ന് റിപ്പോർട്ട്. ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ സർക്കാർ രൂപീകരണം കാത്ത വടക്കൻ ഫ്രാൻസിന്റെ അതിർത്തികളിൽ ആയിരക്കണക്കിന് അഭയാർത്ഥികളെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഗുട്ടറസിന്റെ വിമർശനം. യാഥാസ്ഥിതിക ജൂത വിഭാഗവും സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കണമെന്ന് ഇസ്രായേൽ സുപ്രീം കോടതി വിധിച്ചു. സേവനത്തിനായി യാഥാസ്ഥിതിക ജൂത വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരെ തയ്യാറാക്കാനുള്ള സംവിധാനം സൈന്യം ഒരുക്കണമെന്നും വിധിയിൽ പറഞ്ഞു. നികുതി വർധനയ്ക്കുള്ള വിവാദ ധനബില്ലിനെതിരെ കെനിയൻ പാർലമെന്റിലേക്ക് ബഹുജന പ്രക്ഷോഭം. പാർലമെന്റിലേക്ക് നടന്ന പ്രതിഷേധത്തിനിടെ പ്രക്ഷോഭകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. കാനഡയിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷിയായ യാഥാസ്ഥിതിക പാർട്ടിക്ക് വമ്പൻ ജയം. അടുത്ത വർഷം രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലുണ്ടായ ഈ തെരഞ്ഞെടുപ്പ് ഫലം കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്. ഇന്ത്യ സഖ്യ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ ലഭിക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തു. ജയിലിലെത്തി ചോദ്യം ചെയ്ത ശേഷമാണ് CBI അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേരളത്തിലെ കനത്ത മഴയിൽ മരണവും നാശനഷ്ടങ്ങളും സംഭവിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ല അതീവ ജാഗ്രതയിലേക്ക്. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ നേരിടാനുള്ള മുന്നൊരുക്കത്തിലാണ് ജില്ലാ ഭരണകൂടം. കോട്ടയത്തെ തോൽവിയിൽ തോമസ് ചാഴികാടൻ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF യോഗത്തിൽ ഉന്നയിക്കില്ല. സംസ്ഥാനത്താകെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം മാത്രമാണ് തോൽവിക്ക് കാരണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. 2020 ലോകകപ്പിൽ ഇന്ത്യയോട് തോറ്റു പുറത്തായതിന് പിന്നാലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ഓപ്പണർ ഡേവിഡ് വാർണർ. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും എക്കാലത്തെയും മികച്ച ഓസീസ് ബാറ്റർമാരിൽ ഒരാളാണ് അദ്ദേഹം. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.